നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മനപ്പായസങ്ങളുടെ ബഹളമാണ്. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ മനപ്പായസം വെക്കുന്നു, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക മനപ്പായസം വേറൊരു വഴിക്ക്, അതോടൊപ്പം ഈ സി കൃഷ്ണകുമാറിൻ്റെ മനപ്പായസം, പീസറിൻ്റെ മനപ്പായസം എന്ന് വേണ്ട മനപ്പായസങ്ങൾ കൊണ്ട് വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഷാഫി പറമ്പിൽ ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് തൻ്റെ മനപ്പായസത്തിനകത്തേക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുന്ന തിരക്കിലാണ്. അതായത് കഴിഞ്ഞ വർഷം ലഭിച്ച വോട്ടുകളുടെ എണ്ണം, അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ, ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തവണ ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എണ്ണം, ഇതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യമായി UDF ജയിക്കും എന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തവണ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു എന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും നഗരസഭകളിലെ ഇതെല്ലാം തങ്ങളെ ബാധിക്കില്ല എന്നും തങ്ങൾ മിക്കവാറും നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും എന്നും ഉള്ള ഒരു മനപ്പായസമാണ് സി കൃഷ്ണകുമാർ വയ്ക്കുന്നതെങ്കിൽ അതിനെ വെട്ടിക്കൊണ്ട് ഉള്ള ഒരു രീതിയിലാണ് ഷാഫി പറമ്പിലിൻ്റെ പറച്ചിൽ. അതായത് 2021 ഈ ഇതിൽ പോളിംഗ് നിരക്കിലുണ്ടായ കുറവ് BJP ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ കണ്ടെത്തുന്നത്. പകരം 12,000 മുതൽ 15,000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയും UDF മികച്ച രീതിയിൽ അവിടെ വിജയം നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രധാനമായും പിരായിരിയും മാത്തൂരും കണ്ണാടിയും ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായും UDFന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങൾ എന്നുള്ള സ്ഥലങ്ങൾ, പഞ്ചായത്തുകൾ എന്നുള്ള നിലയിൽ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. കാര്യം അവിടെയൊക്കെ ന്യൂനപക്ഷത്തിൻ്റെ വർധനവ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ വർധനവ് നമുക്ക് കഴിഞ്ഞ തവണയും കാര്യമായി UDFനെ സഹായിച്ചിരുന്നതാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ പിരായിരിയിൽ കഴിഞ്ഞ 2021 26,015 വോട്ടുകളായിരുന്നു UDFന് വീണതെങ്കിൽ ഇത്തവണ അത് 26,200 വോട്ടുകളായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിരായിരി പഞ്ചായത്തിൽ നിന്നും 26,200 വോട്ടുകൾ അവിടെ ലഭിച്ചു എന്നുള്ള കാര്യവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്തവണ 25,000 വോട്ടുകൾ മാത്രമാണ് ഇത്തവണ അവിടെ കഴിഞ്ഞ തവണ ലഭിച്ചത് എന്നൊക്കെയുള്ള കണക്കുകൾ, അത്തരത്തിലുള്ള കണക്കുകളാണ് പ്രധാനമായും പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സരിൻ പറയുന്നത് എനിക്ക് 60,000 വോട്ടുകൾ ലഭിക്കും എന്നുള്ളത് സരിൻ പറയുന്നുണ്ട്. ഏകദേശം 70,000 വോട്ടിൻ്റെ വർധനവുണ്ടാകും. അതോടൊപ്പം തന്നെ 6,000 വോട്ടിൻ്റെ എങ്കിലും മിനിമം ഭൂരിപക്ഷം തനിക്ക് ലഭിക്കുമെന്ന് പറയുന്നു. പക്ഷേ DC-യിൽ അത്രയൊന്നും ഈ 70,000-ൻ്റെ കണക്കൊന്നും അവിടുത്തെ ജില്ലാ കമ്മിറ്റി പറയുന്നില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് ഒരു 47,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,90,000 വോട്ട് വീഴേണ്ടടുത്ത് ഇത്തവണ വീണിരിക്കുന്ന 1,30,000 വോട്ടുകൾ മാത്രമാണ് പാലക്കാട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വീണിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഈ UDFിലേക്ക് ചേക്കേറുമെന്നുള്ളൊരു വാദമുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാം. ഇനി എന്തുകൊണ്ടാണ് UDFന് അവിടെ സാധ്യത തെളിയുന്നില്ല, അല്ലെങ്കിൽ സരിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതായത് മാത്തൂര് എന്ന് പറയുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ UDFന് നല്ല മേൽക്കൈ ഉണ്ടായിരുന്നൊരു പ്രദേശം കൂടിയായിരുന്നു. അവിടെ 2021 ഉണ്ടായത് ഏകദേശം 73.82% വോട്ടായിരുന്നു. എന്നാൽ 2024 എത്തിയപ്പോൾ, ബൈ ഇലക്ഷനിലേക്ക് എത്തിയപ്പോൾ അവിടെ വീണിരിക്കുന്ന വെറും 70.16% പോളിംഗ് നിരക്ക് മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന് കഴിഞ്ഞ തവണ ഈ പറയുന്ന മാത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഒരു നിരാശ പി സരിൻ ഉണ്ടെങ്കിൽ തന്നെയും ആ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ CPM-നോ അല്ലെങ്കിൽ LDFനോ അനുകൂലമായി മാറും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നമ്മുടെ പി സരിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, ചില കണക്കുകൾ നോക്കുമ്പോൾ 73% അല്ലെങ്കിൽ 73.82% വോട്ട് ഷെയർ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ പോളിംഗ് നിരക്ക് ഉണ്ടായിരുന്ന മാത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ വീണിരിക്കുന്ന വെറും 70.16% മാത്രമാണ്. ഏകദേശം 2% മുകളിൽ അവിടെ പോളിംഗ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശം കൂടിയാണ് അത്. അപ്പം അവിടെ മികച്ച ഒരു പ്രകടനം UDFന് കാഴ്ചവെക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണാടിയിൽ 2021 വീണ വോട്ടിൻ്റെ ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 78.45%.
അപ്പോൾ ഈ 78.45% 2024 അവിടെ വീണപ്പോൾ, ഇത്തവണ 2021 അങ്ങനെ വീണപ്പോൾ 2024 എത്തിയപ്പോൾ അവിടെ വെറും 70.34% കുറഞ്ഞു. അതായത് ഏകദേശം 7% മുകളിൽ വോട്ടിന്റെ കുറവ് ആ പ്രദേശങ്ങളിൽ കണ്ണാടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതും ഈ പറയുന്ന പോലെ മറ്റൊരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. അവിടെയും UDFന് ിലേക്ക് വന്ന് ചേരേണ്ട വോട്ടുകൾ പലതും വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ വോട്ടുകൾ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് കണ്ണാടി പഞ്ചായത്തിലും ഇത്തവണ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് സരിൻ അടക്കമുള്ള അവിടുത്തെ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭ, ഇനി പാലക്കാട് നഗരസഭയുടെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 75% മുകളിലായിരുന്നു അവിടുത്തെ വോട്ടിംഗ് ശതമാനം. അപ്പോൾ അതായത് 75.24%. എന്നാൽ ഇപ്പോഴത്തെ 2024 പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ അത് 5% കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം പാലക്കാട് നഗരസഭ പൂർണ്ണമായും നഗരസഭ തന്നെ പിടിച്ചിരിക്കുന്നത് BJP, ഭരിക്കുന്നത് BJP ആണെന്ന് നമുക്കറിയാം. നഗരസഭയിൽ കഴിഞ്ഞ തവണ ശ്രീധരന് മികച്ച രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അത് തന്നെയാണ് ഈ 75.24 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ മുന്നേറ്റം എന്ന് പറയുന്നത്. അതേസമയം ഈ കണ്ണാടിയും മാത്തൂരും പിരായിരി പോലെയുള്ള ഒരു പ്രദേശവും ഒക്കെ കൂടി എണ്ണി വന്നപ്പോഴാണ് അവസാന ലാപ്പുകളിൽ, ആ കൗണ്ടിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഷാഫി പറമ്പിൽ മുന്നേറ്റം നടത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവ ഫലത്തിൽ പറയുന്നത് നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 5% വരുന്ന വോട്ടിൻ്റെ കുറവ് ഇവിടെ നമ്മുടെ പാലക്കാട് നഗരസഭയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നഗരസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയ നഗരസഭയിൽ ഇത്തവണ BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഇത് UDFന് അനുകൂലമായ ഒരു കാറ്റായിരുന്നു എങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനൊരു വോട്ടിംഗ് പാറ്റേൺ അവിടെ ഉണ്ടാകില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇനി അഥവാ മറ്റൊരു കാര്യം കൂടി, സന്ദീപ് വാര്യർ ഇഫക്റ്റ്, അല്ലെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അവിടുത്തെ BJPയിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കി സന്ദീപ് വാര്യരെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം നിന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ വോട്ടുകൾ UDFിലേക്ക് ചേർന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതായത് സന്ദീപ് വാര്യർ അനുകൂല വോട്ടുകളെല്ലാം UDFിലേക്ക് വന്നെത്തി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നമുക്കവിടെ തൽക്കാലം തള്ളിക്കളയേണ്ടതാണ്. അങ്ങനെ ഒരു സാധ്യത വളരെ കുറവ് സാധ്യത മാത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയിലെ ഈ വോട്ടിങ്ങിലുണ്ടായ കുറവ് തീർച്ചയായും ബാധിക്കാൻ പോകുന്നത് BJPയെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മൾ പിരായിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിരായിരിയിലും കഴിഞ്ഞ 2021 ഷാഫി പറമ്പിൽ വിജയിച്ച സമയത്ത് 75.10 അവിടുത്തെ ആ വോട്ടിംഗ് ശതമാനമെങ്കിൽ 2024 ഇപ്പോൾ എത്തിയപ്പോൾ 70ലേക്ക് അത് ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു. അതായത് പൊതുവിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു UDFന് അനുകൂലമായി വരേണ്ടിയിരിക്കുന്ന വോട്ടുകളിലെല്ലാം അല്ലെങ്കിൽ അത്തരം പഞ്ചായത്തുകളിലെല്ലാം കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യമായ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നല്ല ഒരു ഇടിവ് ആ പോളിംഗ് ശതമാനത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം നേരത്തെ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന LDF ഒന്നുകിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുകയോ അതുമല്ലെങ്കിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതകളോ ആണ് തെളിയുന്നത്. ഈ പറയുന്ന P. സരിൻ തന്നെ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും P. സരിൻ ജയിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ചില കണക്കുകൂട്ടലുകൾ പലപ്പോഴും പിഴയ്ക്കാറില്ല എന്ന് തന്നെ നമുക്ക് കാണാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ അങ്ങനെ 7000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം അവിടെ ലഭിക്കുമെന്നുള്ളതാണ് സരിൻ പറയുന്നത്. ഏകദേശം 70,000-ലധികം വോട്ടുകൾ അധികമായി ഇതിലേക്ക് വരും. പക്ഷേ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകൾ പ്രകാരം 47,000 വോട്ടുകൾ കൂടി ഇവിടെ വരാനേ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് കാണാം. എന്ത് തന്നെ ആയിരുന്നാലും വളരെ ശക്തമായ ഒരു പോളിംഗ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ശക്തമായ മത്സരം അവിടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ആര് വിജയിക്കും, മുന്നണികൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. C. കൃഷ്ണകുമാറിന് പ്രതീക്ഷയുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് സംഭവിച്ചത് എന്ന് ഈ പറയുന്ന C. കൃഷ്ണകുമാർ ചിന്തിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ പോയതൊന്നും BJPയെ ബാധിക്കില്ല എന്ന ഒരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ P. സരിൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്, നമ്മൾ തള്ളിക്കളയാൻ കഴിയുന്ന ഒരാളല്ല. തന്നെയുമല്ല കോൺഗ്രസിൽ നിന്നും LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ കൂടിയാണ്. അവിടെ ചിഹ്നത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ മത്സരിക്കുമ്പോൾ പാലക്കാടിൻ്റെതായ ചില വോട്ടുകൾ
ഈ നേരത്തെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായ സമയത്ത് ഭിന്നിച്ചു പോയ കോൺഗ്രസിന്റെ വോട്ടുകളിൽ കുറെ പങ്കെങ്കിലും ഈ പറയുന്ന പോലെ പി സരണിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 7000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊന്നും എത്തിയില്ലെങ്കിൽ തന്നെ ഈ നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും പി സരിൻ വിജയിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്.